പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 1 മാത്സിൻ്റെ മുൻവർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു അഭാജ്യ സംഖ്യ ഏത്? എന്താണ് അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈം നമ്പർ? അതായത് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അതിനെ ഘടകങ്ങളാക്കുമ്പോൾ ആ സംഖ്യയും ഒന്നും മാത്രമാണ് ഉണ്ടാവുക. നമ്പേഴ്സ് വിത്ത് ഓൺലി 2 ഫാക്ടേഴ്സ് 1 ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ് ഈസ് കോൾഡ് പ്രൈം നമ്പർ. അതായത് 2 ഫാക്ടർ മാത്രമേ ആ നമ്പറിന് ഉണ്ടാവുള്ളൂ, ഒന്നും ആ നമ്പറുമാണ്. അതിനെയാണ് എന്ത് പറയുക? പ്രൈം നമ്പർ എന്ന് പറയാം. 2 ആണ്. 2 ഈസ് ദ ഓൺലി ഈവൻ നമ്പർ വിച്ച് ഈസ് എ പ്രൈം നമ്പർ. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്. ഈവൻ നമ്പറായിട്ടുള്ള ഒരേ ഒരു പ്രൈം നമ്പറും 2 ആണ്. അപ്പോൾ നമുക്ക് ഈ താഴെ തന്നിരിക്കുന്നവയിൽ പ്രൈം നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നോക്കിയാൽ 0 തൊട്ട് 10 വരെയുള്ള പ്രൈം നമ്പേഴ്സാണ് 2ഉം 3ഉം 5ഉം 7ഉം. 10 തൊട്ട് 20 വരെ 11, 13, 17, 19. 20 തൊട്ട് 30 വരെയുള്ള പ്രൈം നമ്പറാണ് 23, 29. 30 തൊട്ട് 40 വരെയുള്ള പ്രൈം നമ്പർ 31, 37. 40 തൊട്ട് 50 വരെയുള്ളത് 41, 43, 47. അപ്പോൾ ഇതിലുണ്ടല്ലോ 47 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ 47 ആണ് കറക്റ്റ് ആൻസർ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈം നമ്പർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 47. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രൈമറി തലത്തിലുള്ള ഗണിത പഠനത്തിൽ ഉള്ളടക്ക തലത്തിൽ ഉൾപ്പെടാത്തത് ഏത്? പ്രൈമറി തലത്തിലുള്ള ഗണിത പഠനത്തിൽ ഉള്ളടക്ക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സംഖ്യാവബോധം, ജ്യാമിതി, സമയം, അഭിന്നകം, നമ്പർ കോൺസെപ്റ്റ്സ്, ജിയോമെട്രി, ടൈം, ഇറേഷണൽ നമ്പേഴ്സ്. ഏതാണ് കറക്റ്റ് ആൻസർ? ജ്യാമിതിയാണ് പ്രൈമറി തലത്തിലുള്ള ഗണിത പഠനത്തിൻ്റെ ഉള്ളടക്ക മേഖലയിൽ ഉൾപ്പെടാത്തത്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന അളവുകളിൽ ഒരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങളല്ലാത്തത് ഏത്? അപ്പോൾ നമുക്കറിയാം മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ. എന്താണ് മട്ടത്രികോണത്തിൻ്റെ വശങ്ങളുടെ പ്രത്യേകത? മട്ടത്രികോണത്തിൻ്റെ ചെറിയ 2 വശങ്ങളുടെ വർഗങ്ങളുടെ തുക വലിയ വശത്തിൻ്റെ വർഗത്തിന് തുല്യമായിരിക്കും. മട്ടത്രികോണത്തിൻ്റെ ചെറിയ 2 വശങ്ങളുടെ വർഗങ്ങളുടെ തുക വലിയ വശത്തിൻ്റെ വർഗത്തിന് തുല്യമായിരിക്കും. അപ്പോൾ മട്ടത്രികോണത്തിൻ്റെ ചെറിയ 2 വശങ്ങളുടെ തുക ഇപ്പോൾ ഇവിടെ എ ആണെങ്കിൽ എ സ്ക്വയറും ബി സ്ക്വയറും അത് രണ്ടും കൂടി കൂട്ടിയാൽ എന്തായിരിക്കും? വലിയ വശത്തിൻ്റെ വർഗത്തിന് തുല്യമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്ന ഓപ്ഷന് 3, 4, 5 ആണ്. അപ്പോൾ ഇതിൽ നോക്കിയേ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എത്രയാണ്? 9 പ്ലസ് 16. 9 പ്ലസ് 16 എന്താണ്? 25 ആണ്. അപ്പോൾ റൂട്ട് 25 ഈസ് ഈക്വൽ ടു 5 ആണ്. അപ്പോൾ ഇത് ഒന്നാമത്തെ ഓപ്ഷന് ത്രികോണത്തിൻ്റെ വശങ്ങളാണ്. ഇനി രണ്ടാമത്തേൽ എന്താ തന്നിരിക്കുന്നത്? 6ഉം 8ഉം അതുപോലെ 10ഉം ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 6 സ്ക്വയർ എത്രയാണ്? 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. 6 സ്ക്വയർ എത്രയാണ്? 36. 8 സ്ക്വയർ 64 ഈസ് ഈക്വൽ ടു 100. റൂട്ട് 100 എന്ന് പറയുമ്പോൾ 10 ആണ്. 10. അപ്പോൾ അതും രണ്ടാമത്തെ ഓപ്ഷനും എന്താണ്? മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണ്. ഇനി മൂന്നാമത്തേൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മൂന്നാമത്തത് 5ഉം 12ഉം 13ഉം ആണ്. അത് നോക്കിയേ. 5 സ്ക്വയർ എത്രയാണ്? 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ. 5 സ്ക്വയർ 25 പ്ലസ് 12 സ്ക്വയർ എത്രയാണ്? 144 ഈസ് ഈക്വൽ ടു
169 ആണ്. അപ്പോൾ റൂട്ട് 169 എന്ന് പറഞ്ഞാൽ 13 ആണ്. അപ്പോൾ അതും കറക്റ്റാണ്. അപ്പോൾ മട്ടത്രികോണത്തിൻ്റെ വശങ്ങളുടെ പ്രത്യേകത എന്താണ്? മട്ടത്രികോണത്തിൻ്റെ ചെറിയ രണ്ട് വശങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുക വലിയ വശത്തിൻ്റെ വർഗ്ഗത്തിന് തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എയും ബിയും സിയും ഫസ്റ്റത്തെ 3 ഓപ്ഷനും കറക്റ്റാണ്. അതുകൊണ്ട് വശമാവാൻ സാധ്യത ഇല്ലാത്തത് ലാസ്റ്റത്തെ ഓപ്ഷനാണ്, ഓപ്ഷൻ ഡി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു കലണ്ടറിൽ ഒരു സമചതുരത്തിൽ വരുന്ന 9 സംഖ്യകൾ അക്ഷരങ്ങൾ കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം അതിൽ a+i=38 ആയാൽ a എത്രയായിരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ഇപ്പോൾ കലണ്ടറിൽ ഇങ്ങനെ ദിവസങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ലെറ്ററായിട്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ABC, DEF, GHI. അപ്പോൾ ഇതിലെന്ത് പറഞ്ഞിട്ടുണ്ട്? a+i=38 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ എ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ തന്നിരിക്കുന്നത് 19, 11, 15, 18 ഇതാണ്. ഇനി നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ എടുത്തിട്ട് ചെയ്ത് നോക്കാം. A19 ചെയ്താൽ ബി എത്രയാണ്? 20 ആയിരിക്കും. സി എത്രയാണ്? 21. സി 21 ആകുമ്പോൾ കലണ്ടറിലെ കോളങ്ങളാണ്. സിയുടെ തൊട്ട് താഴെയുള്ള എഫ് എത്രയായിരിക്കും? 21ൻ്റെ കൂടെ നമ്മൾ 7 കൂട്ടുക. അപ്പോൾ 28 കിട്ടും. ഇനിയോ ഐ എങ്ങനെ കാണാം? 28 + 7 ചെയ്യാം. അപ്പോൾ നമുക്ക് 35 കിട്ടും. അപ്പോൾ അത് കറക്റ്റല്ല. കാരണം A19 തന്നിട്ട് a+i 38 എന്നുള്ളത് നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഇനി രണ്ടാമത്തത് 11 അപ്പോൾ നമുക്ക് A11 എടുത്തിട്ട് ചെയ്താൽ ബി എത്രയായിരിക്കും? 12. സി ആണെങ്കിൽ 13. സി 13 അപ്പോൾ എഫ് എന്താ ചെയ്യുക? എഫ് തൊട്ട് താഴെയല്ലേ. F = 13 + 7. 13 + 7 20 വരും. അപ്പോൾ എഫിൻ്റെ താഴെയുള്ള ഐ കാണാൻ എന്താ ചെയ്യേണ്ടത്? I = 20 + 7 എന്ത് വരും? 27 വരും. അപ്പോൾ നോക്കിയേ, ഐ 27 എ നമ്മൾ എത്ര എടുത്തിട്ടാണ് ചെയ്തത്? 11 എടുത്തിട്ടാണ് ചെയ്തത് അല്ലേ. അപ്പോൾ a+i = 38 എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എ നമ്മൾ 11 എടുത്തിട്ട് ചെയ്തു. ഐ നമുക്ക് 27 കിട്ടി. അപ്പോൾ എത്ര ആൻസർ? 38 നമുക്ക് കിട്ടിയത്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനായ 11 ഇവിടെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 51 എങ്കിൽ അവയുടെ തുക എത്രയായിരിക്കും? നമുക്ക് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 51 എങ്കിൽ അവയുടെ തുക എത്രയായിരിക്കും? അപ്പോൾ നമുക്കിവിടെ ആദ്യം ചെയ്യേണ്ടത് 51/2 ചെയ്യാം. അപ്പോൾ നമുക്ക് 25.5 കിട്ടും. അപ്പോൾ ഈ 25.5ൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള സംഖ്യയായിരിക്കും നമ്മൾ കാണേണ്ടത്. അപ്പോൾ 25, അതായത് 25.5ൻ്റെ ഇപ്പുറത്ത് അല്ലെങ്കിൽ 26 ആവും, അല്ലെങ്കിൽ 25 ആവും. അപ്പോൾ തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസമാണ് 51. അപ്പോൾ 25ഉം 26ഉം എടുത്തിട്ട് ചെയ്താൽ, ഇപ്പോൾ 25.5ന് ഈ 51 രണ്ടും കൂടെ തമ്മിലുള്ള വർഗങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ 25.5 കിട്ടി. അങ്ങനെ നമുക്ക് 25.5ൻ്റെ മുൻപിലും ബാക്കിലും വരുന്ന സംഖ്യ അതാണ് 25ഉം 26ഉം. അപ്പോൾ നമുക്ക് 25ഉം 26ഉം കൂടി
കൂട്ടുമ്പോൾ എത്ര വരിക? വർഗ്ഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇവിടെ വർഗ്ഗങ്ങൾ എത്രയാണ്? ഇപ്പോൾ നമുക്ക് ഇവിടെ 25ൻ്റെ വർഗ്ഗം നമുക്ക് എത്രയാണ് കിട്ടുക? 625 അതുപോലെ 26ൻ്റെ വർഗ്ഗം 676 676ഉം 625 കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 51 കിട്ടും. അപ്പോൾ അതുപോലെ അവയുടെ തുക എത്രയാണ്? 26 പ്ലസ് 25 എത്രയാണ്? 51. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? 51 കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2, 5, 11, 23 എന്നിങ്ങനെ തുടർന്നാൽ തൊട്ടടുത്ത സംഖ്യ ഏത്? 2, 5, 11, 23 എന്നിങ്ങനെ തുടർന്നാൽ തൊട്ടടുത്ത സംഖ്യ ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്താണ് ഓപ്ഷൻ തന്നത്? 2, 5, 11, 23 ഇങ്ങനെ തുടർന്ന് പോയാൽ തൊട്ടടുത്ത സംഖ്യ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇത് തമ്മിലുള്ള ഒരു ശ്രേണി തന്നിട്ടുണ്ടെങ്കിൽ ആ ശ്രേണിയിലെ നമ്പേഴ്സ് തമ്മിലുള്ള എപ്പോഴും അതിനുള്ള സാമ്യം അല്ലെങ്കിൽ അതെന്താണ് അത് തമ്മിലുള്ള ബന്ധം എന്നാണ് നോക്കേണ്ടത്. ഇപ്പോൾ 2ഉം 5ഉം തമ്മിൽ നമുക്ക് എങ്ങനെ കിട്ടുക? 2ൻ്റെ കൂടെ 2ഉം കൂടെ ഇൻറ്റു ചെയ്തിട്ട് 1 ആഡ് ചെയ്താലാണ് നമുക്ക് 5 കിട്ടുക. അതേപോലെ 11 നമുക്ക് എന്താ കിട്ടുക? 5 ഇൻറ്റു 2 പ്ലസ് 1 11. അതുപോലെ അടുത്തത് 23 ഇൻറ്റു അടുത്ത സംഖ്യ എങ്ങനെ കാണാം? 23 ഇൻറ്റു 2 പ്ലസ് 1. അപ്പോൾ 23 ഇൻറ്റു 2 46ഉം 1ഉം 47 അടുത്ത സംഖ്യ. അപ്പോൾ കറക്റ്റ് ആൻസർ ഇതിപ്പോൾ ഈ ശ്രേണി തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ 2ന് 2 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് 1 കൂട്ടുക. അപ്പോൾ അടുത്തത് കിട്ടും. 5ന് അടുത്ത 5നോട് 2 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് 1 കൂട്ടുക. അപ്പോൾ 11 കിട്ടും. 11ന് 2 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് 1 കൂട്ടുമ്പോൾ 23 കിട്ടും. 23ന് 2 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് 1 കൂട്ടുമ്പോൾ 47 കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ 47 കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഗണിതത്തിലെ ഒരു ഭാഗം പഠിപ്പിക്കുന്നതിന് ഒരു ക്ലാസ് എങ്ങനെ ആരംഭിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം? ഗണിതത്തിലെ ഒരു ഭാഗം പഠിപ്പിക്കുന്നതിന് ഒരു ക്ലാസ് എങ്ങനെ ആരംഭിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം? പഠന ലക്ഷ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട്, മുൻ അറിവിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടും കുട്ടികൾക്ക് താല്പര്യമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളുടെ പ്രചോദനം നൽകിക്കൊണ്ടും ചിട്ടയായ രീതിയിൽ പഠന വസ്തുക്കളുടെ അവതരണം നടത്തിക്കൊണ്ട് പാഠഭാഗത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട എല്ലാ ആശയങ്ങളും നിരനിരയായി ബ്ലാക്ക് ബോർഡിൽ എഴുതിക്കൊണ്ട്. ഗണിതത്തിലെ ഒരു ഭാഗം പഠിപ്പിക്കുന്നതിന് ഒരു ക്ലാസ് എങ്ങനെ ആരംഭിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം എന്നതാണ് ക്വസ്റ്റ്യൻ. എന്താണ് കറക്റ്റ് ആൻസർ? മുൻ അറിവിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടും കുട്ടിയിൽ താല്പര്യമുളവാക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ പ്രചോദനം നൽകിക്കൊണ്ടുമാണ് ഗണിത പഠനത്തിലെ അല്ലെങ്കിൽ ഗണിതത്തിലെ ഒരു ഭാഗം പഠിപ്പിക്കേണ്ടത്. ഓപ്ഷൻ ബി ആണിവിടെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പി, ക്യു, ആർ, എസ് എന്നിവ 4 അതിസംഖ്യകളാണ്. കൂടാതെ പി പ്ലസ് ക്യു ഈസ് ഈക്വൽ ടു ആർ പ്ലസ് എസും പി ആർ പ്ലസ് പി എസ് പ്ലസ് ക്യു ആർ പ്ലസ് ക്യു എസ് ഈസ് ഈക്വൽ ടു 100 തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ പി പ്ലസ് ക്യു എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. പി പ്ലസ് ക്യു ഈസ് ഈക്വൽ ടു ആർ പ്ലസ് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? പി പ്ലസ് ക്യു ഈസ് ഈക്വൽ ടു ആർ പ്ലസ് എസ് എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ പി ആർ പ്ലസ് പി എസ് പ്ലസ് ക്യു ആർ പ്ലസ് ക്യു എസ് ഇത് എത്രയും തന്നിട്ടുണ്ട്? 100 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പി പ്ലസ് ക്യു
ആർ പ്ലസ് എസ്. രണ്ടാമത്തേൽ എന്താ തന്നിട്ടുള്ളത്? പി ആർ പ്ലസ് പി എസ് ആണ്. ക്യു ആർ പ്ലസ് ക്യു എസ് ഈസ് ഈക്വൽ ടു 100. അപ്പോൾ നമ്മൾ പീനെ പുറത്തേക്ക് എടുത്തിട്ട് ആർ പ്ലസ് എസ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പി ഇൻറ്റു ആർ പ്ലസ് എസ് പ്ലസ്, ഇപ്പോൾ ക്യൂ അടുത്ത രണ്ട് ഇതിലും ക്യൂ സെയിം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യൂ ഇൻറ്റു ആർ പ്ലസ് എസ് ചെയ്യാം. പി ഇൻറ്റു ആർ പ്ലസ് എസ്സും ക്യൂ ഇൻറ്റു ആർ പ്ലസ് എസ്സും എത്ര തന്നിട്ടുണ്ട്? 100 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ആർ പ്ലസ് എസ് രണ്ടിലും ഉള്ളതുകൊണ്ട് നമുക്ക് ആർ പ്ലസ് എസ് ഇൻറ്റു പി പ്ലസ് ക്യൂ എഴുതാം. ഈസ് ഈക്വൽ ടു 100. പി പ്ലസ് ക്യൂ പ്ലസ് ആർ പ്ലസ് എസ് എത്രയാണ്? 100. അപ്പോൾ ഇതിൽ രണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം? പി പ്ലസ് ക്യൂ ഇൻറ്റു പി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 100. അതായത് പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് 100 ഈസ് ഈക്വൽ ടു 10. ഇപ്പം നമുക്ക് ഈ ഓപ്ഷനിൽ പി ക്യു ആർ എസ് എന്നിവ 4 അതിസംഖ്യകളാണ്. അപ്പോൾ ഇങ്ങനെ ഈ പി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു ആർ പ്ലസ് എസ് എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ എടുത്തത്? ആർ പ്ലസ് എസ്സും പി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 100 നമ്മൾ ചെയ്തു. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു ആർ പ്ലസ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പി പ്ലസ് ക്യൂ 2 പ്രാവശ്യം എഴുതി. രണ്ടും സെയിം തന്നെയാണല്ലോ. പി പ്ലസ് ക്യൂ ഇൻറ്റു പി പ്ലസ് ക്യൂ എന്ന് എഴുതി 100. പിന്നെ പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് 100. അപ്പോൾ ഇവിടുത്തെ ആൻസർ 10 ആണ്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം.